ഹനാൻ ഷായെ തകർക്കാൻ ശ്രമിക്കുന്നവർ. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഹനാൻ ഷാ പറഞ്ഞു വെച്ചിട്ടുള്ള പറഞ്ഞു തുടങ്ങി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഗേസ്. ഹനാൻ ഷാ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹനാൻ ഷാൻ്റെ പ്രോഗ്രാം, ഇപ്പോൾ അതിനിടയ്ക്കൊരു പ്രോഗ്രാം നടന്നില്ലേ, പ്രോഗ്രാം നടക്കോ ഇല്ലേ, ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന സമയത്ത് കുറച്ച് വിവാദങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതിൽ മറ്റേ അവിടെ ട്രേഡ് സെൻറ്റർ ഉണ്ടായില്ലേ, ട്രേഡ് സെൻറ്ററിൽ അവിടെ അവർ എൻ്റർടൈൻമെൻറ്റ് നികുതി ആ കമ്മിറ്റിക്കാരടച്ചില്ല, അതുപോലെ ലൈസൻസ് ഇല്ല പരിപാടിക്ക്. അതുപോലെ ട്രേഡ് സെൻറ്ററിൽ അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ ട്രേഡ് സെൻറ്ററിനെതിരെ പ്രതിഷേധം നടത്തി. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ കാരണമായിട്ടുണ്ടായിരുന്നത്. അത് മീഡിയ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, മീഡിയ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രസ്സാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇപ്പം യൂട്യൂബിലൊക്കെ വാർത്താ ചാനലുകളുടെ ആ ഒരു പ്ലാറ്റ്ഫോംസാണ് ഞാൻ പറയുന്നത്. അവർ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹനാൻ ഷാ വരില്ല, ഹനാൻ ഷാൻ്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു, ഹനാൻ ഷാൻ്റെ പ്രോഗ്രാമിന് തിരിച്ചടി, ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് ഹനാൻ ഷാ മാത്രമല്ല അവിടെ അത് നടത്തുന്നത് പറഞ്ഞാൽ ഹനാൻ ഷാ ഒറ്റയ്ക്ക് വന്നിട്ടല്ലല്ലോ അവിടെ പരിപാടി ചെയ്യണത്. MVR അവർ ഇവർ അങ്ങനെ ക്ലബ് ചെയ്തിട്ടാണ് ഈ സാധനം നടത്തുന്നത്. അപ്പോൾ അതൊന്നുമല്ല, ഹനാൻ ഷാൻ്റെ പേരാണ് അവിടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ, ഹനാൻ ഷാ വരുന്നില്ല അല്ലേ, അപ്പോൾ എന്താ വെച്ചാൽ ഹനാൻ ഷാനോട് ഒരു ഹെയ്റ്റ് വരുന്നുണ്ടായിരിക്കും അല്ലേ. ഇത്രയും അത് 70% കൂടുതൽ എന്തോ ടിക്കറ്റുകൾ, 70% അതിൽ കൂടുതൽ എന്തോണോ ടിക്കറ്റുകൾ സെയിലായിട്ടുള്ളത്, എന്നിട്ട് ഹനാൻ ഷാ വരുന്നില്ല അല്ലേ, എന്ത് ഊളയാണ് ഇവൻ, ഈ ഒരു സാധനം ഉണ്ടല്ലോ. ഇതാണല്ലോ ആളുകളുടെ ചിന്തയിലേക്ക് പോവുക. അതുപോലെ ഹനാൻ ഷാൻ്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു എന്ന് പറയുമ്പോൾ ആളുകൾക്ക്, ആ ഹനാൻ ഷാൻ്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു, അപ്പോൾ ഹനാൻ ഷാനെ ഒന്ന് വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളില്ലേ ഒരു പ്രോഗ്രാമിന്, അവരുടെ മൈൻഡിൽ എന്താ കയറുക, ഹനാൻ ഷാൻ്റെ മാർക്കറ്റ് ടീം അല്ലെങ്കിൽ ഹനാൻ ഷാൻ്റെ പ്രോഗ്രാം നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട രീതിയിലുള്ള ഡിമാൻഡ് ഇപ്പം ഇല്ല, മാർക്കറ്റ് വാല്യൂ കുറയും, അങ്ങനൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം BJPക്കാർ RSSകാർ മുസ്ലിം ആയതുകൊണ്ട് ഹനാൻ ഷാനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമുണ്ട്. അവർ ഈ അൾട്രാ നാഷണലിസം വെച്ചുള്ള കുറേ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മുസ്ലിങ്ങൾ എന്താ പറയുക, അവരുടെ ഒരു പ്രോഗ്രാമിൽ കുറേ ആളുകൾ വരിക, അവർ മുന്നോട്ട് വരിക എന്നൊക്കെ പറയുന്നത് ഇവർക്ക് സഹിക്കൂല, സംഘികൾക്ക്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് പൊളിറ്റിക്കലായിട്ട് വേറെ കുറേ കാര്യമുണ്ട്. ഇപ്പോൾ വേടനൊക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ നല്ല രീതിയിൽ ചൂഷണം ചെയ്തിട്ടാണ് അവൻ്റെ ഡിമാൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വേറൊരു കാര്യം കേട്ടോ. അപ്പം ഇതിൽ പൊളിറ്റിക്കലായ കുറേ കാര്യമുണ്ട് കേസ്. കലാപരമായിട്ട് കഴിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് പൊളിറ്റിക്കൽ പാർട്ടികൾ വെച്ചിട്ട് ഇന്നത്തെ ഒരു അവസ്ഥയിൽ വേണ്ട രീതിയിൽ കളിക്കാൻ അറിയുന്നവൻ നല്ല രീതിയിൽ കയറും. അത് വേറൊരു കാര്യമുണ്ട്. അത് വേടന് കൃത്യമായിട്ട് അറിയാം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ വേടൻ ജയിലിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് സ്പോൺസേർഡ് പ്രോഗ്രാംസ് ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, നമുക്കിത് അറിയാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ ഹനാൻ ഷാനെ കുറിച്ച് പറയാം. പിന്നെ ഇതിൽ വേറെ എന്താ വെച്ചാൽ, ഒരു പ്രൊഫഷണലായിട്ടുള്ള എൻമിറ്റി ഉണ്ടായിരിക്കും, ആളുകൾ തമ്മിൽ റൈവൽറി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഹനാൻ ഷാ മ്യൂസിക് ആ ഫീൽഡിലുള്ള ഒരാളാണ് അല്ലേ, സിംഗറാണ്, പ്ലേബാക്ക് സിംഗറാണ്. 9ഓളം സിനിമകളിൽ മൂപ്പര് പാടിയിട്ടുണ്ട്, കുറേ സോങ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മൂപ്പരെ പാട്ടുകൾ പല മെയിൻ ബ്രാൻഡുകളൊക്കെ മെയിൻ ബ്രാൻഡുകൾ പലതും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ്. മൂപ്പര് അങ്ങനെ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന പ്രമുഖനായിട്ടുള്ള ഒരു സിംഗറാണ്. പക്ഷേ വാർത്തയിൽ വരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂട്യൂബർ ഹനാൻ ഷായുടെ പ്രോഗ്രാം നടക്കില്ല, യൂട്യൂബർ ഹനാൻ ഷാ, ഈ ഒരു സംഭവം. സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു യൂട്യൂബറും കൂടിയാണ് ഹനാൻ ഷാ. ഹനാൻ ഷായുടെ വ്ളോഗ്സിനൊക്കെ 10, 25, 30, 40 മിനിറ്റൊക്കെയാണ് മൂപ്പരെ വ്ളോഗുകളുള്ളത്. ഇത് ഒരുപാട് പേര് കാണുന്നുണ്ട്. അത് മൂപ്പരെ ഒരു കരിയർ തന്നെയാണ്, ഒരു പ്രൊഫഷൻ തന്നെയാണ്, ഒരുപാട് പേര് കാണുന്നുണ്ട്. പക്ഷേ ഹനാൻ ഷാ അവിടെ പോയിട്ട് ഹനാൻ ഷാ വ്ളോഗിൽ പറഞ്ഞ മാതിരി, ഹലോ ഗൈസ്, ഞാൻ എൻ്റെ ലൈവായിട്ട് ഇവിടെ പരിപാടി ചെയ്യാണ്, അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. പാട്ട് പാടാൻ വേണ്ടിയിട്ടല്ലേ ഓനെ അവിടെ വിളിച്ചുള്ളത് ഹനാൻ ഷാനെ. അപ്പോൾ എന്തുകൊണ്ടാണ് സിംഗർ എന്നുള്ള ഹനാൻ ഷാ എന്നുള്ളൊരു സംഗതി അവിടെ വെക്കാത്തത്? അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഈ വാർത്താ ചാനലുകൾക്ക് ഇവരുടെ യൂട്യൂബ് ഹാൻഡിലുകളിൽ അവർക്ക് കിട്ടുന്നതിനൊക്കെ കൂടുതൽ വ്യൂസ് ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റിനെ പോലെ ഹനാൻ ഷാനെ പോലുള്ള ആളുകൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ അംഗീകരിക്കും ഭയങ്കര പ്രശ്നം. അപ്പോൾ എങ്ങനെ ഈ യൂട്യൂബേഴ്സിനൊരു പണി കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമേജ് ഇങ്ങനെ ടാർണിഷ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ യൂട്യൂബേഴ്സൊക്കെ മോശക്കാരാണെന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് യൂട്യൂബർ ഹനാൻ ഷാ എന്നുള്ള സാധനം അതിൽ വരുന്നത്.
ഇതിൻ്റെ വേറൊരു കാര്യങ്ങൾ പ്രത്യേകം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ പലരും കഞ്ചാവ് കേസിലും പല പരിപാടികളൊക്കെ ആയിട്ട് ചിലപ്പോൾ അവർക്ക് ഒരു 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവും. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലടക്കം യൂട്യൂബർ പിടി ഈ ഒരു സാധനമില്ലേ. അപ്പോൾ യൂട്യൂബേഴ്സിനെ എങ്ങനെ തകിടം മറിക്കുക, തള്ളി താഴ്ത്തുക, ചവിട്ടി കുത്തി പുറത്താക്കുക, ഈ കുഴിച്ചിടുക, ഈ ഒരു സാധനമാണ് മുഖ്യധാര വാർത്താ ചാനലുകളുടെയൊക്കെ ഒരു ആവശ്യം. അതാണ് സംഭവം. ഇവർ ജേർണലിസ്റ്റുകൾ എന്താ വെച്ചാൽ ഇവരെല്ലാവരും ഒരു കൂട്ടായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് എന്നിട്ട് യൂട്യൂബേഴ്സിനെതിരെ കറങ്ങുന്ന ഒരു പരിപാടി ഉണ്ട്. അതുമല്ല ഇതിൽ ഭയങ്കര കാശ് എറിഞ്ഞിട്ട് ഒരാളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രൊഫഷണൽ റൈവൽറിയുടെ പേരിൽ ഇപ്പോൾ ഒരു പാട്ട് പാടുന്ന വേറെ 3-4 ആൾക്കാരുണ്ട് വിചാരിക്കുക. അതിൽ ഒരാളുടെ ഒരു അപ്പോൾ അവർ സ്പോൺസർ ചെയ്യുന്ന കുറേ കാശ് എറിഞ്ഞിട്ട് ഹനാൻഷാനെ തകർക്കാൻ വേണ്ടിയിട്ടൊരു പരിപാടി വിചാരിക്കും. അങ്ങനെ ചെയ്യണ്ടായിരിക്കും. ഇത് പലരും ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഒരേ ഫീൽഡിൽ ആൾക്കാർ വരുമ്പോഴേ ആ ഫീൽഡിലുള്ള ഒരാളെ തകർക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന പരിപാടിയായിരിക്കും. അപ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോയിൽ പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീക്രട്ട് ഏജൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി തകർക്കാൻ വേണ്ടി ആ ബിഗ് ബോസിന് ശേഷം ഭയങ്കരമായിട്ട് കാശ് എറിഞ്ഞിട്ട് മൂപ്പരെ തകർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സീക്രട്ട് ഏജൻറ്റ് അപ്പോൾ ഇതുപോലുള്ളൊരു കളി ഹനാൻഷാനെ ഒതുക്കാൻ വേണ്ടി ഹനാൻഷാൻ്റെ ഒരു ഹനാൻഷാ എന്ന ബ്രാൻഡിനെ തകർക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ചവിട്ടും കൂത്തും ഒക്കെ ഉള്ള ഒരു ഫീൽഡാണ്. ഇതിപ്പോൾ എല്ലാ ഫീൽഡിലുള്ള പോലെ തന്നെ ഈ പാട്ടിലും ഉണ്ട്. അപ്പോൾ നമുക്കറിയാവുന്നതല്ലേ, ഒരു പരിപാടിക്ക് ഇവർ വിളിക്കുമ്പോൾ ലക്ഷങ്ങളാണ് അവിടെ എറിയുന്നത്, ലക്ഷങ്ങളാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു 3-4 ആൾക്കാർ സിംഗേഴ്സ് ഉണ്ടെങ്കിൽ ഇതിലിപ്പോൾ ആരെ വിളിക്കും എന്നുള്ളൊരു സംഗതി അവിടെ ഉണ്ടല്ലോ. നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ട് ഗൈസേ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞത് പ്രശ്നമായിരിക്കും എന്നാലും പറയുക. ഒരു 5 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വമ്പ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ബാൻഡുകൾ, അതേപോലെ മ്യൂസിക് ബാൻഡുകളാണ് ഞാൻ പറഞ്ഞത്, ബാൻഡുകൾ, അതേപോലെ തന്നെ സിംഗേഴ്സ്, ഗസൽ പാടുന്ന ആളുകളൊന്നും ഇപ്പോൾ അവർക്കൊന്നും വേണ്ട രീതിയിൽ ഡിമാൻഡില്ല. അവർ കേൾക്കുന്നുണ്ടോ? നമ്മൾ ഈ വെയ്ഡൻ, ഹനാൻഷ ഇങ്ങനെയുള്ള കുറച്ച് ആളുകളെ കുറിച്ച് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇപ്പോൾ തൊപ്പി അടക്കം പാട്ട് പാടിയിട്ട് ഒരു പരിപാടിക്ക് പോകുന്നുണ്ട്. തൊപ്പി അങ്ങനെ പാട്ട് ഇതായിട്ട് വരുന്നു എന്നല്ലേ പറഞ്ഞ്. ആ തൊപ്പിയുടെ ആ വിസിബിലിറ്റി വെച്ചിട്ട് തൊപ്പിക്കൊക്കെ പ്രോഗ്രാമുകളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഡിമാൻഡുണ്ട്. തൊപ്പീനെ ഒന്ന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു ഡിമാൻഡുള്ള ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇവരൊന്നും കയറി വരാത്തതിൻ്റെ കാര്യം ഈ ഒരു റൈവൽറിയും കൂടി ആയിരിക്കാം. അല്ലെങ്കിൽ പുതിയ ഒരുത്തനെ അവൻ വളർന്നു വരുന്നത് ആളുകൾക്ക് പിടിക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ കുത്തും ചവിട്ടും ഒക്കെ ഇതിനൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരുത്തൻ കയറി വരേണ്ടത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വിഷയം. അപ്പോൾ എന്തായാലും ഹനാൻഷ പറയുന്ന മൂപ്പരുടെ മതം എന്നുള്ള രീതിയിൽ സംഘികളുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് മൂപ്പരെ തകർക്കാനുള്ള, ഒതുക്കി കെട്ടാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മൂപ്പര് പറയുന്നുണ്ട്. മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മൂപ്പര് പറയുന്നത് കാശ് എറിഞ്ഞിട്ട് റൈവൽസ് പലരും ചെയ്യുന്നുണ്ട് എന്നൊരു സംഭവം. അതേപോലെ യൂട്യൂബർ ഹനാൻഷ എന്നാണ് എടുത്തു പറയുന്നത് ഇവർ. അപ്പോൾ അതെന്താണ് യൂട്യൂബർ ഹനാൻഷ എന്ന് ഇവർ പറയുന്നത്? അതെന്താ സിംഗർ എന്ന് ഇവർ പറയാത്തതെന്നൊരു സംഗതി. അപ്പോൾ യൂട്യൂബർ എന്ന രീതിയിൽ മൂപ്പരെ തകർക്കുക എന്നുള്ള സംഭവം. അതായത് യൂട്യൂബേഴ്സിനെ കുറിച്ച് യൂട്യൂബർ ഹനാൻഷ പരിപാടിക്ക് വരില്ല എന്ന് പറയുമ്പോൾ ആ യൂട്യൂബേഴ്സൊക്കെ മോശക്കാരാണെന്നുള്ളൊരു ഇമേജ് ആളുകളുടെ ഉള്ളിൽ കയറും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവം വെച്ചിട്ടാണ് ഹനാൻഷാനെ തകർക്കാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമെന്ന് ഹനാൻഷ പറയുന്നുണ്ട്. ഇപ്പോൾ അത് കൂടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബേഴ്സിനെതിരെ പൊതുവെ എന്താ വെച്ചാൽ ആളുകൾക്കുള്ള നെഗറ്റീവായിട്ടുള്ളൊരു സംഭവമുണ്ട്. അല്ല, ഒരു പുച്ഛമുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിലൊരു പുച്ഛമുണ്ട്. അതേപോലെ തന്നെ മതപരമായ രീതിയിൽ ചില ഓരോരുത്തർ ആളുകൾക്കുള്ളൊരു പുച്ഛമുണ്ട്. പിന്നെ ഇപ്പോഴാണ് ഈ പാട്ട് പാടുന്ന ആളുകൾക്ക്, യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചെങ്കിലും ഒരു പരിഗണന ഉള്ളത്. മുമ്പ് അങ്ങനെ അല്ലായിരുന്നല്ലോ. മുമ്പേ എന്ന് പറഞ്ഞാൽ ചെറിയ യൂട്യൂബേഴ്സിന് ഒന്നും ഒരു വിലയില്ലായിരുന്നു. ഇപ്പോഴും ഇല്ല കേട്ടോ. യൂട്യൂബേഴ്സിന് ചെറുതിനും വലുതിനും ഒന്നും വിലയില്ല. വേറെ കാര്യം, ഒരുപാട് കാശുള്ള വമ്പൻ കണക്ഷൻസ് ഉള്ള യൂട്യൂബേഴ്സിന് ഒരുപക്ഷെ നല്ല വില ഉണ്ടായിരിക്കും. പക്ഷേ സീക്രട്ട് ഏജൻറ്റിനെ പോലുള്ള ആളുകൾക്ക് പോലും ഇപ്പോൾ ഒരു വലിയ അംഗീകാരം ഇല്ല എന്നാണ് പറയണത്. അപ്പോൾ പിന്നെ സാധാരണക്കാരായ ചെറിയ ആളുകളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ എന്തായാലും ഇപ്പോൾ പണ്ടൊക്കെ ഒരു വീഡിയോ നമുക്കറിയാവുന്ന ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഒരാൾക്ക് വരാൻ പറ്റിയത് വലിയ സംഭവമാണ്. ഇന്ന് അതിനൊന്നും വിലയില്ല. ഇപ്പോൾ ഏതെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ചങ്ങായി വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വലിയൊരു വാർത്താ ചാനലിൽ വിസിബിലിറ്റിയേക്കാൾ വ്യൂസിനേക്കാൾ കൂടുതൽ വ്യൂസ് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിലാണ് നമ്മൾ ജീവിക്കണത്. അതേപോലെ ഈ ഫേസ്ബുക്കിൽ പല ഹാൻഡിൽസിലും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനെ ആളുകളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി അവർ കാശ് എറിയുന്നുണ്ട്. ഇത് ഇപ്പോൾ ഒരു 10,000 രൂപ ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ
നെഗറ്റീവായിട്ട് ഒരാളെ കുറിച്ച് വീഡിയോ ചെയ്യൂലേ, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു നമുക്കിത് അറിയാവുന്ന. അപ്പോൾ യൂട്യൂബിൽ ബിഗ് ബോസിലൊക്കെ ഇവർ പി ആർ ആയിട്ട് എടുക്കുന്ന ആൾക്കാർ 50,000 1 ലക്ഷം 2 ലക്ഷം പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, എറിയാണ് മിനിമം ഒരു 10,000 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് നെഗറ്റീവായിട്ടുണ്ട് സംസാരിക്കാൻ. ഇതാണ് ഇതിൻ്റെ സംഭവം. രണ്ടുപേര് ഭയങ്കര രസമായിട്ട് ഭയങ്കര ടോപ്പ് ലെവലിലേക്ക് ബിഗ് ബോസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി കാശ് എറിയുക. നിങ്ങളുടെ ഏജൻസികൾ ബാക്കിൽ നല്ല കളികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹനാൻ ഷാൻ്റെ വ്ളോഗിലും ഹനാൻ ഷാനെ കുറിച്ചിട്ടുള്ള സീക്രട്ട് ഏജൻറ്റ് വ്ളോഗിലും. പിന്നെ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന കുറച്ച് ഇൻഫർമേഷനൊക്കെ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ. അതുമല്ല, ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആളുകൾ തെറി വിളിക്കാൻ വേണ്ടി, ഇൻസ്റ്റാഗ്രാമിലൊക്കെ തെറി വിളിക്കാൻ വേണ്ടി, ഫേസ്ബുക്കിലാണ് കൂടുതലും തെറി ആളുകൾ, അങ്ങനെയുള്ള കുറേ ജന്തുക്കൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ നല്ല കാശിൻ്റെ പിൻബലത്തിലാണ് ഈ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് പറയണത്, നമുക്ക് എവിടുന്ന് പണി കിട്ടുമോ അവരെ നമ്മൾ നല്ല രസമായിട്ട് ഇരിക്കുന്ന സമയത്ത് അവരൊന്ന് ഒതുക്കി കെട്ടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവർ നമ്മളൊന്ന് ഡൗൺ ആവുന്ന സമയത്ത് പൂർവാധികം ശക്തിയോടെ വന്നിട്ട് നമ്മളെ തകർത്ത് കളയും എന്നാണ് പറയുന്നത്. അതെന്താവും, അത് സീക്രട്ട് ഏജൻറ്റ് ഒരു ഇതാണ്. എന്തായാലും സംഭവത്തിൻ്റെ ബാക്കിൽ കുറേ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇത് അതിമാരകമായ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാളെ എങ്ങനെ തകർക്കാൻ പറ്റും എന്നാണ് ആളുകൾക്ക് വേണ്ടത്, ഒരാൾ തകരുന്നതാണ് ആളുകൾക്ക് വേണ്ടത്. ഒരാളെ എങ്ങനെയെങ്കിലും നന്നായിട്ട് ഇങ്ങനെ ഗ്രോ ചെയ്ത് വരികയാണെങ്കിൽ എന്ന് ഇവൻ തകർന്ന് തരിപ്പണാവുന്ന ആളുകളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ട് തോന്നുന്നു ഗൈസ്. ഇത് ഏതുപോലെയെന്ന് അറിയിക്ക് തോന്നണത്, ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഒരു കപ്പിൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഡിവോഴ്സ്ഡ് ആവും, അല്ലെങ്കിൽ എപ്പോൾ ഡിവോഴ്സ്ഡ് ആവും, അല്ലെങ്കിൽ അവളുടെ നോട്ടം കണ്ടില്ല, എക്സ്പ്രഷൻ കണ്ടില്ല, അല്ലെങ്കിൽ അവൾ വേറൊരുത്തനോട് സംസാരിക്കുന്നത് കണ്ടില്ല ഒരു വ്ളോഗിൽ, അവളുടെ ആ കൊഞ്ചിക്കൊണിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ അധികകാലം റിലേഷൻഷിപ്പ് പോകില്ല, ഇവർ ഡിവോഴ്സ്ഡ് ആവും, അല്ലെങ്കിൽ മറ്റവൻ്റെ കൂടെ ചാടിപ്പോവും, അല്ലെങ്കിൽ മറ്റവളുടെ കൂടെ ചാടിപ്പോവും. ഈ ഒരു സാധനം ചാടിപ്പോവുന്നല്ല, മറ്റവളെ കിട്ടും, അവർ തമ്മിൽ എന്തോ ഡിങ്കോൾഫി ഉണ്ട്, ഇങ്ങനെയൊക്കെ സംഭവമില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു സാധനം പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ കൂടുതലാണ് എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ പൊളിറ്റിക്സിൻ്റെ ഒരു സാധനം, പിന്നെ മനുഷ്യൻ്റെ തലക്ക് ബ്രെയിനിന് വലിയ വില ഇവിടെ കൊടുക്കണില്ല തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനം ഉണ്ടല്ലോ. അതേപോലെ തന്നെ മനസാക്ഷി എന്ന് പറഞ്ഞ സംഗതി ആളുകൾക്ക് ഇല്ല തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ട് ഹനാൻ ഷാനെ തകർക്കാനുള്ള ശ്രമം കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. യൂട്യൂബർ എന്ന രീതിയിൽ ഹനാൻ ഷാനെ ഒതുക്കി കെട്ടാനുള്ള ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് പ്ലേ ബാക്ക് സിംഗർ, ഒരു സിംഗർ എന്നുള്ള ലെവലിൽ മാറ്റി അത് പരിഗണിക്കാതെ, അത് പ്രൊജക്റ്റ് ചെയ്യാതെ യൂട്യൂബറാണ് ഹനാൻ ഷാ എന്നുള്ള രീതിയിലേക്ക് ഒതുക്കി കിട്ടുന്നുണ്ട് ആളുകൾ. ഇതിന് കൃത്യമായ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ട്, കൃത്യമായ അതിൻ്റെ ബാക്കിലൊരു ബ്രെയിൻ ഉണ്ട് എന്നൊക്കെയാണ് ഹനാൻ ഷാ പറയുന്നത്. ഹനാൻ ഷാ എന്തായാലും ആൾക്കാരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ഊഹിക്കാവുന്നുള്ളത് ആരൊക്കെയാണെന്ന് കേസ്.